നമ്മൾ ഈ ഒരു ഫോറത്തിൽ ഓപ്പണിംഗ് അവറിൻ്റെ ഫോറത്തിൽ ഒരുപാട് സ്റ്റോക്കുകളുടെ ടെക്നിക്കൽസും അതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽസും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അതൊന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ഒന്നുമല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. അത്തരത്തിൽ ഇന്നും നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് ഒരു സ്റ്റോക്കിനെ കൊണ്ടുവരുന്നുണ്ട്. ആ സ്റ്റോക്കിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ജാസ്മിൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സ്പോട്ടിലേക്കുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലായിട്ട് ബ്രേക്ക് ഔട്ടിന് നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി ബൈ ആവുന്നുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഈ നോക്കുന്ന കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഒരു മാനദണ്ഡം നമ്മളാക്കുന്നുണ്ട്, അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ഹെൽത്തിനെസ്സും ഒക്കെ. ഇനി അതിനകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡും കൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റിൻ്റെ പ്രത്യേകത. സീ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് അന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നല്ലൊരു ഹിറ്റ് കിട്ടിയ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടോടുകൂടി നല്ലൊരു ഹിറ്റ് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ അന്ന് അവതരിപ്പിച്ച സ്പോട്ട്ലൈറ്റ് എന്നുള്ളത്. അന്ന് നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞിരുന്നു. അവിടുന്ന് ഒരു 30% റിട്ടേൺ കിട്ടി. പക്ഷേ ഇത് റിട്ടേൺ തരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് അക്കാഡമിക് പർപ്പസിന് മാത്രമാണ് ഞങ്ങൾ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുന്നത്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസായിട്ടോ നിങ്ങൾ കാണരുത്. നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിനെ കണ്ട് മാത്രം നിങ്ങൾ സ്റ്റോക്ക് മേടിക്കേണ്ടതാണ്. ഞാൻ ഈ ഹിൻഡാൽകോനെ കുറിച്ച് പറയാൻ കാര്യം, നമ്മൾ പറഞ്ഞില്ല, ഈ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടുന്നെങ്കിലും ഒരു ന്യൂസ് കിട്ടും. ആ ന്യൂസിൽ നിന്നാണ് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അങ്ങനെ പറയുന്നതെന്നറിയോ? ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മാത്രം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ഈവൻ നമ്മൾ സാധാരണ പറയുന്നത്, ഇഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് finance and accounting, then all the chartered accountants would have been the richest person on earth. അല്ലേ? അല്ല, നമ്മൾ ഏറ്റവും നല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്നും സാധാരണ മനുഷ്യരായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ന്യൂസ് കിട്ടുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ അടുത്ത് സാധാരണ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് ഐഡിയാസ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും റോഡിൽ നിന്നാണ്. അതേപോലെ ഒരു ബിസിനസ് ന്യൂസ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്കൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് കിട്ടുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രിഫേസ് ആയിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. ഈ ഹിൻഡാൽകോ ആണ് ഇന്ന് ഉൾപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. അതെന്തോന്ന് വെച്ചാൽ, നമ്മുടെ മാർച്ച് മാസത്തിൽ ഹിൻഡാൽകോൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊരു ഈവന്റ് അവർ വച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ റീബ്രാൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ റീബ്രാൻഡ് ചെയ്യുന്ന മീറ്റിംഗിൽ അവരുടെ ചെയർമാൻ, അവരുടെ CEO, അവരുടെ CFO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ടെക്നിക്കൽ ഓഫീസർ, പിന്നെ അത് മാത്രമല്ല അവരുടെ ഒരു ഹയർ മാനേജ്മെന്റിൽ ഇരിക്കുന്ന എംപ്ലോയീസ്, അത് മാത്രമല്ല അവരുടെ ക്ലയൻസ് ഉണ്ടല്ലോ, ക്ലയൻസിനെ ഒക്കെ പലരെയും വിളിച്ച് അവർ ഫെസിലിറ്റേറ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി ഒരു 1 day പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ആക്ച്വലി യൂട്യൂബിലാണ് അത് കണ്ടത്. അതിനകത്ത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് സതീഷ് പൈ, അതിൻ്റെ MD, ഹിൻഡാൽകോൻ്റെ MD പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഇൻഡയറക്ട്ലി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്നറിയോ, നമ്മുടെ സ്റ്റോക്ക് വളരെ അണ്ടർ വാല്യൂഡ് ആണെന്നുള്ള. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ അയാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ പറയാം. യു ഹാവ് ഹ്യൂജ് റിസർവ്സ്. യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ അഡ്രസ് ചെയ്താണ് അവർ പറയുന്നത്. യു ഹാവ് ഹ്യൂജ് റിസർവ്സ് ബട്ട് അവർ സ്റ്റോക്ക് ഈസ് അറ്റ് 5 to 6 times വാല്യുവേഷൻ മൾട്ടിപ്പിൾസ്. ഓൾ ഡൗൺ സ്ട്രീം കമ്പനീസ് ആർ ട്രേഡിംഗ് അറ്റ് 8 to 9 to 10 times. എന്നാൽ നമ്മൾ 5 to 6 മൾട്ടിപ്പിൾസിലാണ് ട്രേഡ് ചെയ്യണേ, വിച്ച് ഗിവ്സ് എസ് എ ഫീലിംഗ് ദാറ്റ് ദ സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് എന്നുള്ള. അപ്പോൾ അവർ ഈ റീബ്രാൻഡ് ചെയ്യുന്ന, റീപൊസിഷൻ ചെയ്യുന്ന ഒരു ഈവെന്റിലാണ് ഈ സതീഷ് പൈ ഇത് പറയണമെന്ന് ആലോചിക്കണം. അവിടെ നിന്നാണ് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് ഐഡിയ ആയിട്ട് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ, ഹിൻഡാൽകോ വളരെ ലോവർ വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതാണ്ട് 5 to 6 times PE മൾട്ടിപ്പിൾ. നമ്മളിപ്പോൾ അതിൻ്റെ PE മൾട്ടിപ്പിൾസിൽ നോക്കുകയാണെങ്കിലും EV to EBITDA എന്നുള്ള റേഷ്യോയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അത് വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സതീഷ് പൈ പറയുന്നത് EV to EBITDA ആണോ PE ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ഈവൻ തന്നെ എന്ത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഹിൻഡാൽകോന് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന PE മൾട്ടിപ്പിൾസ് ഒരു കമോഡിറ്റി ആൻഡ് മെറ്റൽ പ്ലെയർ, അതായത് സൈക്ലിക്കൽ പ്ലെയർ എന്നുള്ള രീതിയാണ്. പക്ഷേ ഹിൻഡാൽകോ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി കമോഡിറ്റി കൺവെർട്ടറിൽ നിന്ന് മാറി നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയും, നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി നമ്മൾ മുകളിലേക്ക് നോക്കി, നമ്മൾ കേരളത്തിൽ താഴെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കെട്ടിടത്തിൻ്റെ മുകളിലും, വീടുകളിലും ബിൽഡിങ്ങുകളുടെ മുകളിലും നമ്മൾ ഹിൻഡാൽകോ റൂഫിംഗ് ഷീറ്റ്സ് ആണ്. ഈ റൂഫിംഗ് ഷീറ്റ്സ് എന്ന് പറയുന്ന കാര്യം ഒരു പ്രോഡക്റ്റ് ആണ്, അതൊരു മെറ്റലായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യണേ. അപ്പോൾ ഹിൻഡാൽകോ സാധാരണ മെറ്റലോ കമോഡിറ്റിയോ ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് ഹൈ വാല്യൂ കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് വളരെ പ്രീമിയത്തിലാണ് സെല്ല് ചെയ്യണത്. ഞങ്ങളൊരു കൺസ്യൂമർ കമ്പനിയാണ്, ഞങ്ങളെ എന്തിനാണ് ഒരു കമോഡിറ്റിയുടെ വാല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ മെറ്റൽ കമ്പനിയുടെ വാല്യൂഷനിൽ ഞങ്ങളെ ട്രേഡ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് സതീഷ് പൈ ചോദിച്ചിരിക്കുന്നത്. അതൊരു കണക്കിന് വാസ്തവം തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് സ്റ്റോക്ക് റീറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. സതീഷ് പൈ അങ്ങനെ പറയുന്നില്ല, എന്നാലും നമുക്ക് മനസ്സിലാകണം സ്റ്റോക്ക് റീറേറ്റ് ചെയ്യണം. എത്രത്തോളം റീറേറ്റ് ചെയ്യണം? നമ്മുടെ ഒരു കേദാർ പ്രഭുവും നമ്മുടെ റമീസും അഭിജിത്തും ഒക്കെ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ട് പറയുന്നത് ഏതാണ്ട് 50% തൊട്ട് 80% വരെ എന്താ പറയുക, ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ സ്റ്റോക്കിൽ വരണം എന്നാണ് പറയുന്നത്. കാര്യം ഉദാഹരണം നമുക്ക് നോക്കാം. അവർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു ഡീറ്റെയിൽ തരുന്നുണ്ട്. അതായത് ഒരു കമ്പനിയുടെ EPS, അത് ഹിൻഡാൽകോ ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് എക്സാമ്പിൾ, അത് കറക്റ്റ് അല്ല, EPS 80 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 80 രൂപ കമ്പനി 6 PE മൾട്ടിപ്പിൾസിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം
പി മൾട്ടിപ്ലൈഡ് ബൈ EPS എന്നാണല്ലോ. EPS 80 രൂപ, പി മാർക്കറ്റ് കൊടുക്കുന്നത് 6 രൂപ. അപ്പോൾ എത്ര? 80 × 6 gives you 480 അല്ലേ? ആ ഏർണിങ്സ് പെർ ഷെയറിന് മാർക്കറ്റ് 6 രൂപയാണ് കൊടുക്കണമെങ്കിൽ ആ 80 രൂപയെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് 480 ആയിരിക്കണം അല്ലേ? നമ്മൾ സെക്കൻഡ് സിനാരിയോ നോക്കാം. ഏർണിങ്സ് പെർ ഷെയർ 80 തന്നെയാണ്, എന്നാൽ പി മാർക്കറ്റ് കൊടുക്കുന്നത് 9 ടൈംസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എത്രയായി? അപ്പോൾ 9 ടൈംസ് എന്ന് പറയുമ്പോൾ 80 മൾട്ടിപ്ലൈഡ് ബൈ 80 EPS മൾട്ടിപ്ലൈഡ് ബൈ PE ഓഫ് 9 gives you 720. അപ്പോൾ 6 PE കൊടുക്കുമ്പോൾ കമ്പനി 480 ട്രേഡ് ചെയ്യണം അല്ലേ? 6 PE കൊടുക്കുമ്പോൾ 6 മൾട്ടിപ്ലൈഡ് ബൈ 80 is 480 ട്രേഡ് ചെയ്യണം. എന്നാൽ അതേ 80 EPSന് നമ്മൾ 9 കൊടുക്കാൻ നേരത്ത് 720 ട്രേഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ സതീഷ് ഭായി പറഞ്ഞേക്കണം എന്താ, നമ്മൾ 6 to 5 PE മൾട്ടിപ്പിൾസ് ആണ് മാർക്കറ്റ് നമ്മളെ വാല്യൂ ആണ്. നമ്മളെ മറ്റുള്ള ഡൗൺ സ്ട്രീം കമ്പനീസ് പോലെ 9 ടൈംസിലും 10 ടൈംസിലും വാല്യൂ ആണെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ എത്രയായി? 50 to 80% അപ്രീസിയേഷൻ ആയി എന്നുള്ള ഈ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഹിൻഡാൽകോന്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ബേസിക്കലി ഹിൻഡാൽകോന്റെ ഒരു റാഷണൽ. ഇത് വീണ്ടും ഞങ്ങൾ പറയുന്നത് ഇതൊരു അഡ്വൈസ് അല്ല. ഹിൻഡാൽകോന്റെ ബിസിനസ് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നമുക്കൊരു 3-4 മിനിറ്റ് ഉണ്ട്, അതിൽ പറഞ്ഞു വെക്കാൻ തോന്നുന്നു. ഹിൻഡാൽകോന്റെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് 2 മെറ്റൽസ് ആണ്, അലൂമിനിയം ആൻഡ് കോപ്പർ. ഈ അലൂമിനിയം എന്ന് പറയുന്നത് 3 സ്റ്റേജിലാണ് ഹിൻഡാൽകോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് അപ്സ്ട്രീം, അതായത് അപ്സ്ട്രീം, മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം, ഇങ്ങനെ 3 രീതിയിലാണ് അലൂമിനിയത്തിന്റെ സെക്ഷനിൽ ഹിൻഡാൽകോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇവർ ബോക്സൈറ്റ് മൈൻ ചെയ്തെടുക്കുന്നു. ബോക്സൈറ്റിനെ മൈൻ ചെയ്തെടുത്തിട്ട് അലൂമിന എന്ന് പറഞ്ഞ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് അലൂമിനിയ ബോക്സൈറ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം. അലൂമിനെ സ്മെൽറ്റ് ചെയ്ത് അലൂമിനിയം ഉണ്ടാക്കും. ഇതാണ് അവരുടെ ഡൗൺ സ്ട്രീം ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നോവെലിസ് എന്ന് പറഞ്ഞ ഇവർക്ക് ഒരു സബ്സിഡറി ഉണ്ട്, അലൂമിനിയം മേക്കർ US ലുള്ള. അതിന് ഈ എന്താ പറയുക, ഈ അപ്സ്ട്രീം കാറ്റഗറിയിൽ ഒരു റോളും ഇല്ല. ഈ മിഡ് മുതലാണ് നോവെലിസിനും ഹിൻഡാൽകോനും ഒരു എന്താ പറയുക വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലേക്ക് വരുന്നത്. ഈ ഉണ്ടാക്കുന്ന അലൂമിനിയത്തിനെ മെറ്റൽ കാസ്റ്റിംഗ് ആക്കുന്നു, അല്ലെങ്കിൽ അത് റോൾ ചെയ്യുന്നു. അങ്ങനത്തെ രീതികളാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു എൻ പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഡിൽ വർക്കാണ് അവർ ചെയ്യുന്നത്. അതിനാണ് മിഡ് സ്ട്രീം എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഹിൻഡാൽകോ ഒരു മെറ്റലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് ആക്കുന്നതിൻ്റെ മിഡിൽ സർവീസസ് ചെയ്യുന്നത്. അവിടെ നോവെലിസും പാർട്ടാവുന്നു. കാര്യം നോവെലിസ് എന്ന് പറയുന്നത് US അവർ വേൾഡിലെ ലാർജസ്റ്റ് അലൂമിനിയം റീസൈക്കിളറാണ്. അവർക്കും മറ്റുള്ള അലൂമിനിയം സ്ക്രാപ്പ് കിട്ടി അത് റീസൈക്കിൾ ചെയ്ത് ഈ പറയുന്ന പോലെ പല അലൂമിനിയം ഷീറ്റ്സും റോൾസും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മിഡിൽ പാർട്ട് എന്നത്. ഇനി നമ്മൾ പറയുന്നത് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം എന്നാണല്ലോ സതീഷ് ഭായും പറഞ്ഞത്. എന്തുകൊണ്ട് ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കൺസ്യൂമറിനെ എഫക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം മെറ്റലിനെ എടുത്ത് ഹൈ മാർജിൻ, ഹൈ വാല്യൂ, ഓക്കെ, കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട്. കാര്യം അവിടെ മെറ്റലിന്റെ പ്രൈസസിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്? അവിടെ ഈ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ക്യാൻസ്, ഫോയിൽസ്, ഷീറ്റ്സ്. ക്യാൻസ് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന റെഡ് ബുൾ, കൊക്കക്കോള, പെപ്സി, പിന്നെ എന്തൊക്കെ നിങ്ങൾ ഡ്രിങ്കുകൾ കാണുന്നോ അതിൻ്റെയൊക്കെ ക്യാൻസിൻ്റെ ഏറ്റവും വലിയ സപ്ലയർ നോവെലിസും ഹിൻഡാൽകോ ആണെന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു വെക്കേണ്ടത്. അതേപോലെ നിങ്ങൾ കാണുന്ന റൂഫിംഗ് ഷീറ്റ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡൗൺ സ്ട്രീം ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊക്കക്കോള ക്യാൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹിൻഡാൽകോൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ള, അപ്പോൾ കൺസ്യൂമർ പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഇതാണ് അതിൻ്റെ അലൂമിനിയം ബിസിനസ്സിന്. കോപ്പർ ബിസിനസ് പറഞ്ഞാൽ ഇവർക്ക് കോപ്പർ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ബിസിനസ് ഒന്നും അവരില്ല. അവർ അപ്സ്ട്രീമിൽ അവരൊട്ടും ഇല്ല. കോപ്പർ അവർ ബേസിക്കലി ചെയ്യുന്നത് അവർ റോ കോപ്പറൊക്കെ മേടിച്ച് മൈനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചിട്ട് അവർ സ്മെൽറ്റ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അത് കൂടുതലും ഈ പറയുന്ന പോലെ റോഡ്സ് ഉണ്ടാക്കുന്നു, കോപ്പർ റോഡ്സ്, കേബിൾസ് ഉണ്ടാക്കുന്നു, ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ടുള്ള കാത്തോഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ലിമിറ്റഡ് സപ്ലൈ ചെയിൻ അല്ല, എന്താ പറയുക, വാല്യൂ ചെയിനാണ് കോപ്പറിലുള്ളത്. അലൂമിനിയം ഒരു ഫുൾ വാല്യൂ ചെയിൻ ആണെന്നുള്ളത്. ബട്ട് കോപ്പറിലും ഈ പറയുന്ന പോലെ കോപ്പർ സ്മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല. അവർക്ക് കോപ്പർ മൈനിങ് ഇല്ല എന്നേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ കോപ്പറാണ് അതിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനി. ഹിൻഡാൽകോ ചെയ്യുന്നത് ഇത് കൺവേർട്ട് ചെയ്യാന്നുള്ളത് മാത്രം. പക്ഷേ ഹിൻഡാൽകോന്റെ ഗ്രോത്ത് പറഞ്ഞിരിക്കുന്നത് എവിടെയെന്നറിയോ? ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഈ ആവശ്യമുള്ളത് കോപ്പർ ആണെന്നുള്ളതാണ്. അപ്പോൾ അത് കോപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവരൊരു കമോഡിറ്റി കൺവേർട്ടറിൽ നിന്ന് മാറി ഹൈ വാല്യൂ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന കമ്പനിയായി റീബ്രാൻഡ് ചെയ്യുന്നു, റീപൊസിഷൻ ചെയ്യുന്നു, ഹയർ വാല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. 45,000 കോടി അവർ എക്സ്പാൻഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എയറോനോട്ടിക്സും അങ്ങനത്തെ കാര്യങ്ങൾ, ഏവിയേഷനും സ്പേസും ഒക്കെ വരുമ്പോൾ കോപ്പറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അവർ FY25 റവന്യൂ എന്ന് പറഞ്ഞാൽ 2,38,496 കോടിയാണ്. 2,50,000 കോടിയോളം അടുപ്പിച്ച് അവർക്ക് സെയിൽസ് ഉണ്ട്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 16,000 കോടിയാണെന്നുള്ളതാണ്. അവരുടെ
മാർക്കറ്റ് ക്യാപ്പ് 1,43,000 കോടിയും അവരുടെ മാർക്കറ്റ് പ്രൈസ് 650 രൂപയാണ് നമ്മൾ ആദ്യം കാണുന്നത്. 72 രൂപ EPS ആണ് അവർ ട്രേഡ് ചെയ്യുന്നത്. പ്രൈസ് ടു ബുക്ക് 1.18 ആണ്. അത് റിലേറ്റീവ്ലി അത് ബുക്ക് വാല്യൂവിന് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ മാനേജബിൾ ആണ്, 0.5 എന്നുള്ളത്. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 0.5% ഉള്ളൂ, 35 രൂപയാണ് പെർ ഷെയർ ഉള്ളത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 34.5 34.64% ആണ് അതിൻ്റെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഹിൻഡാൽക്കോൻ്റെ ഫണ്ടമെന്റൽസ് ഇതാണ്. ബേസിക്കലി ഇതൊരു സ്റ്റോക്ക് ഐഡിയ അല്ല. നമ്മൾ ആ കിട്ടിയ ഒരു ന്യൂസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ആക്ഷണബിൾ ഐഡിയ, അതായത് നമ്മളിവിടെ ഇരിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണെന്നുള്ളല്ലോ. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഫണ്ടമെന്റൽസ് ഒന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. അതായത് നിങ്ങൾ കാണുന്ന ന്യൂസിൽ നിന്നും വഴിയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യാമെന്നാണ്. നിങ്ങൾ ഇനി പെപ്സിയോ റെഡ് ബുള്ളോ അതേപോലെ കൊക്കക്കോളയോ കാണുമ്പോൾ മനസ്സിലാക്കുക അതൊരു ഹിൻഡാൽക്കോൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക.